ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നെക്സ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, സർപ്രൈസസ്, അത്ഭുതങ്ങൾ, അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തൊക്കെ മേജറായിട്ടുള്ള ബ്ലെസ്സിങ്സാണ് വരാനിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴേ നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള സമയമായിട്ടുണ്ടാവാൻ. ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേഷൻ സംഭവിക്കില്ല. അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുക. പ്രസൻറ്റേഷൻ്റെ ഒരു ബൈറ്റ് നമ്മൾ വെക്കുന്നുണ്ട്, അത് കണ്ടിട്ട് വരിക. അത് ഓരോ മിനിറ്റ്സും കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ 2, 3, 4, 5 ഒക്കെ വെക്കുന്നുണ്ട്. അത്രയും വെക്കുന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോയ്ക്ക് അത് അത്രയും ഡിസേർവ്ഫുൾ ആണെന്ന് വിചാരിക്കുക. ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് കാമായിട്ട് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈറ്റ് കണ്ടിട്ട് ഓടി വരാം.
അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഫിനാൻസ്, അതായത് പെൻഡക്കിൾസിൻ്റെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾക്കാരായിരിക്കാം ചിലപ്പോൾ. എനിക്ക് ഫിനാൻസ് എൻ്റെ ലൈഫിൽ വേണം, ഫിനാൻസ് വേണമെന്ന് ചിന്തിക്കാത്തവരാരും ഉണ്ടായിരിക്കില്ല. എന്നാൽ കൂടി ഫിനാൻസ് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് കടങ്ങൾ തീർക്കാനായിരിക്കാം, ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരിക്കാം, പല കാര്യങ്ങൾ, അവരെ കെട്ടിച്ച കടം, ഇവരെ കെട്ടിച്ച കടം, അല്ലെങ്കിൽ ഇത് അങ്ങനെ പല കാര്യങ്ങൾ, സ്വർണം പണയം വെച്ചത്, അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ എബിലിറ്റി വർദ്ധിക്കേണ്ടതായിട്ടുള്ള സമയം അതിക്രമിച്ചു എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ജോബിലാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രമോഷൻ സംഭവിക്കുന്നു. ജോബിൽ പ്രമോഷൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിലൊരു പ്രമോഷൻ സംഭവിക്കുന്നു. ആൻഡ് ലോട്ടറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ലോട്ടറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിക്കുന്നത് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. പിന്നെ കടം വാങ്ങിച്ച പൈസ, നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ച് എഴുതി തള്ളിയിട്ടുള്ള ആ കടം നിങ്ങൾ ഒരു പ്രതീക്ഷ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ മേജറായിട്ട് നമുക്കിവിടെ വരുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് മാറുന്നതായിട്ടും കണ്ടോ. ഒരു സ്റ്റാർ പൊസിഷൻ നിങ്ങൾ അലങ്കരിക്കാൻ പോവുകയാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് മാറി ഒരു സ്റ്റാർ പൊസിഷനിലേക്ക് എത്തുക, 4 ആൾ അറിയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്കൊരു കയറ്റുണ്ടാകുമ്പോൾ 4 ആൾ നിങ്ങളെ അറിയില്ലേ? നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് മാറുമ്പോൾ നിങ്ങൾ 4 ആൾ അറിയില്ലേ? അങ്ങനെയും ആയിക്കൂടെ. അപ്പം നിങ്ങൾക്ക് മേജറായിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഫിനാൻസ് നിങ്ങളുടെ കൈകളിലേക്ക് ഭയങ്കരമായിട്ട് ഭദ്രമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ കൈവരുന്നതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നതായും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കാണില്ല. ചിലപ്പോൾ പറഞ്ഞിട്ടും അറിയാതെ പോയതായിരിക്കാം, അല്ലെങ്കിൽ അറിയാത്ത പോലെ നടിക്കുന്നതായിരിക്കാം. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചൊരു കാന്തം പോലെ അട്രാക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. കാരണം മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെയും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അതായത് അതൊന്നും അരുത്തക്കൂടെ പോകാൻ പറ്റില്ല, അപ്പോഴേക്കും വർക്കിംഗ് ആവുന്ന വ്യക്തികളാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവുക എന്ന് ചിന്തിക്കുക. നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഓക്കെ, ടെമ്പറൻസ് കാർഡൊക്കെ കാണുന്നുണ്ട് കണ്ടോ. നെക്സ്റ്റ് ഡെത്ത് കാർഡ്. ഡെത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കുള്ള മരണമല്ല സംഭവിക്കുന്നേ. നിങ്ങളിലുള്ള പഴയ മനുഷ്യൻ, ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച നിങ്ങളുടെ പഴയ മനുഷ്യൻ ഇവിടെ നശിച്ചു പോയിട്ട് ആ പഴയ മനുഷ്യന് മരണം സംഭവിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് നിങ്ങൾ രൂപം കൊള്ളാൻ പോവുകയാണ്. ഒരു ഡെത്ത് സംഭവിച്ച ഒരു റീബർത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാണ്. അതാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് നിങ്ങൾക്ക് മാറുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നു. മേജറായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. ഫീമെയിൽ എനർജീസ് കാണുന്നുണ്ട്. അവർ ഹൈ പ്രീസ്റ്റസ് എനർജിയിലേക്കൊക്കെ എത്തുന്നുണ്ട്. അതായത് നിങ്ങളെ 4 ആൾ വില കൽപ്പിക്കുന്ന ഒരു സമയം വരുന്നു. ഇത്രയും കാലമാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ ഒരാൾ പോലും കേൾക്കില്ല, ഒരാൾ പോലും അനുസരിക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ 4 ആൾ നിങ്ങളെ അറിയപ്പെടാനും നിങ്ങൾ ഒരു വില വയ്ക്കാനും ഉള്ളൊരു സിറ്റുവേഷനിലേക്കൊക്കെ നിങ്ങൾ മാറുന്നു. കണ്ടോ, നിങ്ങൾ നേടണമെന്നാഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു. അതിൻ്റെ ഡബിൾ കൺഫർമേഷനാണ് ഈ സ്റ്റാർ കാർഡിൻ്റെ താഴെ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഉറപ്പായിട്ടും അത് ഉടനെ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളെ തന്നെ കയറില്ലാതെ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങളിരിക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും നിങ്ങളുടെ ശരീരത്തേക്ക് നിങ്ങൾ തന്നെ കെട്ടിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതാ കെട്ട് പൊളിച്ച് ഒരു പൂമ്പാറ്റ ഒരു പ്യൂപ്പയിൽ നിന്ന് പുറത്ത് വരുന്നത് പോലെ നിങ്ങൾ പുറത്തോട്ട് വരണം. നിങ്ങളങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനും മുന്നോട്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട്
പോകാനും ഒക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫിനാൻസും കൈപിടിച്ച് പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ അല്ലെങ്കിൽ കുരങ്ങനെ പൂമാല കിട്ടിയതുപോലെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ കെട്ടിയിരിക്കാതെ അത് ഓപ്പണപ്പ് ആക്കി വിടുക. ആ ഒരു മെൻറ്റാലിറ്റി മാറ്റുക. യൂണിവേഴ്സിനോട് കൂടുതൽ ചേർന്നിരിക്കാൻ ശ്രമിക്കുക. ഫിനാൻസ് തന്നെയാണ് കൂടുതലും കാണുന്നത്. കണ്ടോ, ലാസ്റ്റ് ഫിനാൻഷ്യൽ എബിലിറ്റി നിങ്ങൾക്ക് കൈവരുന്നതായിട്ടും കാണാം. നമുക്കപ്പോൾ യൂണിവേഴ്സൽ ക്ലോസ് എടുക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ യൂണിവേഴ്സിനോട് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ എന്നാണ് പറയുന്നത്. അല്ല വേറെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കാം കേട്ടോ, ഇതുമായി റിലേറ്റ് ചെയ്തതായിരിക്കണം എന്നില്ല. എസ് വെച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടേത്. വളരെ ലവബിൾ ആയിട്ടുള്ള, വളരെ സ്നേഹമുള്ള, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന വ്യക്തികളായിരിക്കും. ഹോം ഫീലിങ്സ് കൂടുതലുള്ള വ്യക്തികളായിരിക്കാം. എനിക്ക് എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, എൻ്റെ വീട്, എൻ്റെ നാട്, മറ്റേ വെറുതെ ഒരു ഭാര്യയില്ല അല്ല, മറ്റേ സദാനന്ദൻ്റെ സമയത്തിൽ പട്ടണത്തിൽ സുന്ദരല്ല മറ്റേ എനിക്കെൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ റേഷൻ കട എന്നൊക്കെ ദിലീപ് പറയുന്ന പോലെ എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ അനിയത്തി, എൻ്റെ അനിയൻ, എൻ്റെ അമ്മ, ഈ ഫീലിങ്സൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. നിങ്ങളല്ലെങ്കിൽ പറയൂട്ടോ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്, നിങ്ങളുടെ ലക്കി ചാമാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഭാഗ്യം കൈവരുന്നത് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ്. അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെയും നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കാം. ഇനി നമുക്കൊരു ഏഞ്ചൽ മെസ്സേജും കൂടി വായിക്കണ്ടോ. ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ബിഗ് ഹാപ്പി ചേഞ്ചസ്. യാദൃശ്ചികമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇറ്റ്സ് യുവർ റീഡിങ് കേട്ടോ. കാരണം അതിനുള്ള എലമെൻറ്റ്സൊക്കെ എനിക്കിതിൽ കാണുന്നുണ്ട്. ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ തന്നെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്സ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫിനാൻഷ്യൽ അബണ്ടൻസും ഫിനാൻഷ്യൽ എബിലിറ്റിയും കൈവരുന്നു. ഫിനാൻഷ്യൽ അബണ്ടൻസും എബിലിറ്റിയും കൈവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ബിഗ് ഹാപ്പി ചേഞ്ചസ്. അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അപ്പോൾ നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ബൈ കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ വരാം. ടാറ്റാ.